നമ്മൾ കോഴിക്കോട് ലുലു മാള് ന്യൂ ഇയറിന്റെ അന്ന് വന്നിട്ട് പാർക്ക് ചെയ്തത് ഏതോ ഒരറ്റത്താണ്. അപ്പോൾ നമ്മൾ ഇത്തവണത്തെ ന്യൂ ഇയർ ആഘോഷിക്കാൻ ലുലു മാൾ എത്തിയിരിക്കുന്നു. നമ്മൾ ലുലു മാളായിട്ട് എത്തിയിരിക്കുന്നത് കോഴിക്കോട് ലുലു മാൾ. ഞാനും ധനേഷ് മച്ചാനും ആണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളിലുള്ള DJ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നോക്കാം. നമ്മൾ ഇവിടെ കാലിക്കറ്റ് മാളിലേക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ ബീച്ചിലേക്ക് പോകണം. ബീച്ചിലെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. നൈറ്റ് വരെ പോലീസ് നൈറ്റ് 1 മണി വരെ ഇവിടെ പാടുള്ളൂന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും മാളിനകത്തേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. നല്ല സൗണ്ട് ഒക്കെ കാണുന്നുണ്ട്. ഒരുപാട് ആളുകളായിട്ട് വന്നിട്ടുള്ളത്, ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി ഗൈസ്, കാലിക്കറ്റ് ബീച്ചിലെത്തി. ഇവിടെ ആളുകൾ കൊണ്ട് നിൽക്കാൻ സ്ഥലമില്ല എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. എല്ലാവരും ആഘോഷങ്ങളുടെ തിരക്കിലാണ്. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് മാറി പോന്നിട്ടുണ്ട്. ഏകദേശം നമുക്ക് വീട്ടിലേക്ക് എത്തുന്നതിന് സഞ്ചരിക്കാനുള്ളത് 55-58 കിലോമീറ്ററോളം ഉണ്ട്. ഇവിടെ കാലിക്കറ്റ് ബീച്ചിൽ നമ്മൾ ഒരുപാട് DJ പ്രോഗ്രാമുകൾ, പാർട്ടി, അത്തരത്തിലുള്ള ഒരു ആഘോഷം ഉണ്ടെന്ന് കരുതിയാണ് നമ്മൾ പോയത്. പക്ഷെ അവിടെ ഒന്നും തന്നെ ഇല്ല. ഈ ലുലു മാളിലും അതുപോലെ തന്നെ 1-2 മാളുകളിൻ്റെ ഉള്ളിൽ മാത്രമേ പ്രോഗ്രാം ഉള്ളൂ. അതും വെറും രാത്രി 10 മണി വരെ മാത്രമേ ഉള്ളൂ. നമ്മളതും തീരെ പ്രതീക്ഷയില്ല ഇത്തരത്തിലൊരു രീതിയിലാവുന്നു. എങ്കിലും ലുലു മാളിൽ നമ്മൾ തകർത്താടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ രാമനാട്ടുകര ഓൾഡ് ബ്രിഡ്ജുണ്ട്, ഫാറൂഖ് ബ്രിഡ്ജിൻ്റെ മുന്നിലാണ്. ഇവിടെ സീരിയലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേത് നമുക്ക് ഒരു ടീമിന് ആ സൈഡിലൂടെ പോയിട്ട് സിഗ്നൽ പ്രകാരം അടുത്ത ഒരു സൈഡിലെ വാഹനങ്ങൾ ഇങ്ങോട്ട് പോരുന്ന രീതിയാണ്. ഈ ലൈറ്റ് അറേഞ്ച്മെന്റ് കൊണ്ട് എന്ത് രസമാണ് കാണാൻ. നോക്കിയൊക്കെ പല രീതിയിലുള്ള ലൈറ്റുകൾ. പക്ഷെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ യാതൊരു രീതിയിലുള്ള എഫക്റ്റുകളോ, നമുക്ക് ഡ്രൈവിങ്ങിനെ ബാധിക്കുന്ന എഫക്റ്റുകളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നല്ലൊരു കൂളായിട്ട് നല്ല തണുത്ത ഒരു 2 സൈഡിലും പുഴയാണല്ലോ, നല്ല വെള്ളമുണ്ട്. അപ്പോൾ ഒരു തണുത്തൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത്. എന്താ ഭംഗിയില്ല ലൈറ്റൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.